Good morning, children. Welcome to the online class of Sri Gokulam Public School, Guruvayur. I am your Radhika Miss. How are you? Hope you enjoy this online class. Before beginning our class, let's recall topics what we have already studied in the last session. Are you ready? Yes. In last class, we learned comparison light and heavy. What is light and heavy? Light ഭാരം കുറഞ്ഞത്, heavy ഭാരം കൂടിയത്. So we can classify light and heavy on the basis of weight. അതായത് ലൈറ്റും ഹെവിയും ഭാരം കുറഞ്ഞതും ഭാരം കൂടിയതും വെയ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഭാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തരംതിരിക്കുന്നത്. നെക്സ്റ്റ് കമ്പാരിസൺ ഈസ് മോർ ആൻഡ് ലെസ്. അടുത്ത കമ്പാരിസൺ ഏതാണ്? മോറും ലെസ്സും. അതായത് കൂടുതൽ എന്ന് വെച്ചാൽ മോർ, ലെസ് കുറവ്. മോർ ആൻഡ് ലെസ് ക്ലാസിഫൈഡ് ഓൺ ദ ബേസിസ് ഓഫ് ക്വാണ്ടിറ്റി. ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ എന്താണ്? അളവ്. മനസ്സിലായില്ലേ എല്ലാവർക്കും? ഇത് ജോസ് മിസ് പഠിപ്പിച്ചപ്പോൾ ശ്രദ്ധിച്ചില്ലേ? ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് പോകാം. ആർ യു റെഡി? സേ ലൗഡ് യെസ്. ഓക്കെ. ടുഡേ വി വിൽ ലേൺ another comparison. What is that? Right and left. Right എന്ന് പറഞ്ഞാൽ വലത്, ലെഫ്റ്റ് ഇടത്. How to say right and left? Everybody listen here. Show your hands like this. Show your fingers like this. Yes? Did you do that? Okay? Then can you see L letter in your hand? Can you see letter L in your hand? Yes? Then raise your hand, L letter hand. Yes, that is your left hand. That is your left hand. Once more, show your finger like this. Can you see letter L in your hand? Yes? Then raise that hand. That is your left hand. So we can say other hand is right hand. So we can say other hand is right hand. എന്താ മിസ് പറഞ്ഞത്? നിങ്ങൾക്ക് റൈറ്റും ലെഫ്റ്റും ഇടതും വലതും ഇടതും അറിയുവാനുള്ള ഒരു സൂത്രമാണ് പറഞ്ഞു തന്നത്. എന്താണ്? കൈ ഉയർത്തിയിട്ട് ഈ വിരലുകൾ തമ്മിൽ ബന്ധിപ്പിച്ച് നോക്കിയാൽ ഒരു ലെറ്റർ ഏതാണ്? എൽ എന്ന ലെറ്റർ ഒരു ഹാൻഡിൽ കാണാൻ പറ്റും. അതാണ് നിങ്ങളുടെ ഏത് കൈ? ലെഫ്റ്റ് ഹാൻഡ്. ഏതാണ്? ലെഫ്റ്റ് ഹാൻഡ്. ഒരു കൈ ലെഫ്റ്റ് ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറയാലോ. അടുത്തത് റൈറ്റ്. ഈസ് ഇറ്റ് ക്ലിയർ? മനസ്സിലായോ എല്ലാവർക്കും? യെസ്, വെരി ഗുഡ്. ഇനി അടുത്തതായിട്ട് വിച്ച് ഹാൻഡ് വി യൂസ് ടു ഈറ്റ് ഫുഡ്? ഏത് കൈയാണ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഉപയോഗിക്കുന്നത്? യെസ്, right hand. Show your right hand. Very good. Which hand we use to write in your notebook? Yes. Show me. Yes, that is your right hand. One more thing is that did you notice that you are writing and reading from which side? Start from which side? Yes. അതായത് നിങ്ങളുടെ എഴുതാനും വായിക്കാനും കഴിയില്ലേ നിങ്ങൾക്ക്? അത് ഏത് സൈഡിൽ നിന്നാണ് തുടങ്ങണമെന്ന്? മലയാളം, ഇംഗ്ലീഷും ഹിന്ദിയൊക്കെ നമ്മൾ എഴുതും വായിക്കുകയൊക്കെ ചെയ്യില്ലേ ബുക്കിൽ? അത് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണത്? ലെഫ്റ്റ് സൈഡ്. ലെഫ്റ്റ് ടു റൈറ്റ്. ഇടത് നിന്ന് വലത്തേക്കാണ് അല്ലേ? ഈസ് ഇറ്റ് ക്ലിയർ? യെസ്, വെരി ഗുഡ്. ഇനി ഒരു എക്സാമ്പിൾ മിസ് കാണിച്ചു തരട്ടെ. യെസ്. See this example. What is this? Penguin. What is this? Guitar. Can you say penguin is in my which hand? Which side? Yes. Left hand and left side. Guitar is in my right hand. Penguin is in my left hand and guitar is in my right hand. Okay. Is it clear? Yes. Next comparison is far and near.
far and near. Far എന്ന് വെച്ചാൽ എന്താണ്? അകലെ, ദൂരെ. നിയർ എന്ന് വെച്ചാലോ അടുത്ത്. ഇപ്പോൾ ഒരു കാര്യം പറയട്ടെ മിസ് ഇപ്പോൾ ക്ലാസ് റൂമിലാണ് അല്ലേ? ഐ ആം സ്റ്റാൻഡിങ് ഇൻ ദി ക്ലാസ് റൂം. യു ആർ സിറ്റിംഗ് in your home. You are sitting in your home. I am standing in the classroom. അല്ലേ? അപ്പോൾ ക്ലാസ് റൂമിലായ എന്താണ്? ഐ ആം സ്റ്റാൻഡിങ് നിയർ ദി ബോർഡ്. ഐ ആം സ്റ്റാൻഡിങ് നിയർ ദി ബോർഡ്. യു ആർ എവേ ഫ്രം ദി ബോർഡ്. അല്ലേ? യു ആർ ഫാർ എവേ ഫ്രം ദി ബോർഡ്. ഐ ആം വെരി നിയർ ദി ബോർഡ്. യു ആർ വെരി ഫാർ ഫ്രം ദി ബോർഡ്. നെക്സ്റ്റ് വൺ. Sky is very far from us. Sky is very far from us. Another is sun is very far from us. നമ്മളുടെയൊക്കെ വളരെ അകലെ എന്നാണ് അല്ലേ? സണ്ണും സ്കൈയും. ഇനി ഒരു കാര്യമുണ്ട്, എൻ്റെ അടുത്താണോ അകലെയാണോ കുട്ടികൾ എന്ന് പറഞ്ഞൂടെ? യു ആർ വെരി ഫാർ ഫ്രം മീ. യു ആർ വെരി ഫാർ ഫ്രം മീ. എന്നാൽ നിങ്ങളുടെ അമ്മയോ? യുവർ മദർ ഈസ് വെരി നിയർ ടു യു. യുവർ മദർ ഈസ് വെരി നിയർ ടു യു. ഈസ് ഇറ്റ് ക്ലിയർ? യെസ്, വെരി ഗുഡ്. വി ക്യാൻ ഡു സം exercise, some activity in your textbook also. Let's do that. Page number 13. See page number 13. See this, left and right. In this, you can see some animals picture. What is this? This is a monkey. This one, elephant. This one, squirrel. Who is on the elephant's left? Elephant is between monkey and squirrel. Isn't it? Elephant is between monkey and squirrel. Which animal is standing left side of elephant? Which animal? Can you say? Yes. Which animal is left side? Monkey. Yes. Then right side which animal? Which animal is right side? Yes, squirrel. Very good. Next picture is slippers and legs. Listen here all of you. Next picture is slippers and legs. Can you say which is the left and right here? Which is the left and right? This one is left slipper. This one is right slipper. This one is left leg. This one is right leg. Do you understand? Yes. Then draw lines from left foot to left slipper. Right foot to right slipper. They draw lines from the left foot to left slipper and right foot to right slipper. എന്താ പറയുന്നത്? ലെഫ്റ്റ് ഫൂട്ടിൽ നിന്ന് പാദത്തിൽ നിന്ന് ലെഫ്റ്റ് സ്ലിപ്പറിലേക്ക് ലൈൻ വരയ്ക്കുക. അതുപോലെ റൈറ്റ് ഫൂട്ടിൽ നിന്ന് റൈറ്റ് സ്ലിപ്പറിലേക്ക് ലൈൻ വരയ്ക്കുക. അറിയില്ലേ നിങ്ങൾക്ക് വരയ്ക്കാൻ? Then take your pencil and draw the lines. Okay. 10. Next page. This is comparison of near and far. What do you see in this picture? It is a seashore. Seashore എന്ന് പറഞ്ഞാൽ എന്താണ്? കടൽ തീരം അല്ലേ? കടൽ തീരത്ത് ആരൊക്കെയുണ്ട്? One boy and one girl. Children are playing here. കുട്ടികൾ ഇവിടെ ഇരുന്ന് കളിക്കുകയാണ് മണ്ണിൽ. Girl is making ship. Boy is eating watermelon. One crab is here. One yacht is here. Some trees are here. Can you see? Listen all of you. Then one question is, what is near the boy?
matching. This is a matching. Match with picture. What is near the boy? ബോയുടെ അടുത്ത് എന്താ കാണുന്നത്? ഈ ബോയുടെ അടുത്ത് എന്താ കാണുന്നത്? വാട്ടർമെലൻ. Then draw line from here to watermelon. Okay. What is far from the boy? അതായത് കുട്ടിയുടെ അകലെ കാണുന്നത് എന്താണെന്ന്. വാട്ടർമെലൻ ഓർ ട്രീ ഏതാണ്? Which one? Tree. Then draw line from here to tree. Is it clear? Yes. Next one. What is near the girl? ഈ ഗേളിൻ്റെ അടുത്ത് കാണുന്നത് എന്താണ്? എന്താണ് ഇവിടെ അടുത്ത് കാണുന്നതൊക്കെ? ക്രാബ് ഉണ്ട്, മഗ് ഉണ്ട്, യാച്ച് അകലെയാണ് അല്ലേ? അടുത്ത് കാണുന്നതാണ് ചോദിക്കുന്നത്. വാട്ട് ഈസ് നിയർ ദ ഗേൾ? പെൺകുട്ടിയുടെ അടുത്ത് കാണുന്നത് ക്രാബാണോ യാച്ചാണോ? എന്താണ്? ക്രാബ്. Then draw lines from here to here. Next question. What is far from the girl? അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? പെൺകുട്ടിയുടെ അകലെ, പെൺകുട്ടിയിൽ നിന്ന് അകലെ കാണുന്നത് എന്താണ്? What is far from the girl? Yacht. Draw lines from here to here. This is matching. മാച്ച് ചെയ്ത് വരയ്ക്കാനുള്ളതാണ് ഫാറും നിയറും. ബോയുടെ നിയർ എന്താണ്? വാട്ടർമെലൻ. ഫാർ ട്രീ. നിയർ ദ ഗേൾ ക്രാബ്. ക്രാബ് എന്താണ്? ഞണ്ട്. ക്രാബ് ഞണ്ട്. ഇനി ഫാർ ഫ്രം ദ ഗേൾ ഇതെന്താണ്? പായ്ക്കപ്പൽ എന്ന് പറയും മലയാളത്തിൽ. യാച്ച്. ഫിനിഷ് യുവർ വർക്ക്. Is it clear? Okay. In this chapter, comparison, we can understood what we can understood. Can you say? That is, far and near comparison classified on the basis of distance. Far and near comparison classified on the basis of distance. അതായത് ഫാർ അകലെ അടുത്ത് എന്ന് വേർതിരിച്ച് പറയുന്നത് ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ്? ദൂരത്തിൻ്റെ. ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ ദൂരം, അകലം, അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇനി ലെഫ്റ്റ് ആൻഡ് റൈറ്റ് കമ്പാരിസൺ പഠിച്ചു അല്ലേ? ലെഫ്റ്റ് ആൻഡ് റൈറ്റ് കമ്പാരിസൺ ക്ലാസിഫൈഡ് ഓൺ ദ ബേസിസ് ഓഫ് സൈഡ്. ഓൺ ദ ബേസിസ് ഓഫ് സൈഡ്. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് കമ്പാരിസൺ വേർതിരിച്ച് പറയുന്നത് ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ്? സൈഡിൻ്റെ, വശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ. ദെൻ യു ഷുഡ് പ്രാക്ടീസ് ഇറ്റ് ഇൻ യുവർ ഹോം. യു ടേക്ക് സം ഒബ്ജക്ട്സ് ആൻഡ് ഷോ യുവർ മദർ and say which is left side, which is right side, which is near, which is far away. Okay, you practice well at home. That's all for today. See you next day. Bye.